ഗൈസ് നമ്മുടെ മത്സരങ്ങൾ ഇതിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മുഴുവനും മലയാളത്തിൽ തന്നെ പരിചയപ്പെടുത്തണം. പിന്നെ എൻ്റെ ജോലിനെ പറ്റി പറയാനാണെങ്കിൽ അത് മലയാളത്തിൽ എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. പുറം രാജ്യങ്ങളിലെ പൈസ വാങ്ങി വിറ്റ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മുടെ അർജുൻ ആർട്ട് സ്റ്റുഡിയോന്റെ ഓണം സെലിബ്രേഷൻ ആണ്. നമ്മുടെ പപ്പടം, അതെ ഗൈസ്, നമ്മുടെ പപ്പടം എന്നാണ് നമ്മുടെ ഈ ഒരു അർജുൻ ആർട്ട് സ്റ്റുഡിയോ ഓണം സെലിബ്രേഷന്റെ പേര്. ഇന്ന് നമ്മൾ പൊടി പൊടിക്കാൻ പോവാണ് ഗൈസ്. ആൻഡ് ഇത് മാത്രമല്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ലാസ്റ്റ് ടൈം നമ്മുടെ ഒരു സ്റ്റുഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ 2 സ്റ്റുഡിയോയും കൂടെ ഒരുമിച്ചാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. മാത്രമല്ല, ഇത് മൊത്തം ഇന്ന് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തന്നെ കുട്ടികളാണ്. സോ ഐ എം സൂപ്പർ എക്സൈറ്റഡ് ഗൈസ്. സോ ഫസ്റ്റ് പ്രോഗ്രാം ആയിട്ടുള്ള പൂക്കള മത്സരം ദാ ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതിന് മുന്നേ ഞാൻ ഇവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ഇപ്പൊ വന്നെ മുന്നിൽ ചാടിയിട്ടുണ്ട്. കം ഓൺ. ഹായ് ഐശ്വര്യ ചേച്ചി. പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യം ഇല്ല. ബ്ലഷ് വിത്ത് ആഷ്. ആൻഡ് ഷീ ഈസ് അവർ ചീഫ് ഗസ്റ്റ്. ആൻഡ് മാത്രമല്ല, നമ്മുടെ ജഡ്ജിയും കൂടെയാണ് ഇന്ന് നമ്മുടെ മലയാളി മംഗ ആൻഡ് ശ്രീമാൻ കോമ്പറ്റീഷൻ ചേച്ചിയാണ് ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ ചേച്ചി, നമ്മുടെ കുട്ടികളെ കുഴപ്പിക്കോ? ഓക്കെ ചേച്ചി, അപ്പോ നമ്മുടെ പൂക്കള മത്സരം ഓൾമോസ്റ്റ് കഴിയാണ്. അപ്പൊ ഞാൻ അതൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, ഞാൻ കൊണ്ട് ഇരുത്താദ്യം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പൂക്കളം മത്സരം എന്തായെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ബാച്ച് വൈസ് ആണ് ഇത്തവണ പൂക്കളം കോമ്പറ്റീഷൻ. അപ്പൊ നമുക്ക് നോക്കാം എന്തായെന്ന്. കം ഓൺ ഗൈസ്. ഹലോ 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 ഹലോ. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ കലൂർ ടീമിന്റെ അല്ലേ, കലൂർ സൂപ്പർ കിഡ്സ് ടീമിന്റെ പൂക്കളം കഴിഞ്ഞോ? ഓൾമോസ്റ്റ് കഴിഞ്ഞോ? ആരൊക്കെ ഹെൽപ്പ് ചെയ്തു? എല്ലാരും ചെയ്തല്ലേ? യെസ്. എന്താ ഫസ്റ്റ് അടിക്കോ? ഇല്ലെന്നോ? അതെന്താ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത? ഒരു കോൺഫിഡൻസ് വേണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് അടിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ റെഡി? യെസ്, ഓൾ ദ ബെസ്റ്റ് ഗൈസ്. അപ്പൊ നമുക്കിനി ഹായ്. അപ്പൊ ഗൈസ്, നമുക്കിനി അടുത്ത ആരുടെ പൂക്കളാണെന്ന് നോക്കാം. കം ഓൺ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പൂക്കളം. വാവ്, വെരി നീറ്റ്. നോക്കൂ, ഇത് ആരുടെയാണ് പൂക്കളം? നിങ്ങളുടെ സൂപ്പർ കിഡ്സ് പനമ്പിള്ളി. സൂപ്പർ കിഡ്സ് പനമ്പിള്ളി ബ്രാഞ്ചിന്റെ ആണ് ഗൈസ് പൂക്കളം. അടിപൊളി. ആരൊക്കെയാ ചെയ്ത? എല്ലാരും ചെയ്തോ? എല്ലാരും ഹെൽപ്പ് ചെയ്ത്? അടിപൊളി. ഫസ്റ്റ് അടിക്കാം നമ്മള്. ഭയങ്കര കോൺഫിഡന്റ് ആണ്, ഫസ്റ്റ് അടിക്കുമെന്നാണ് പറയണത്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പൂക്കളം ആരുടെയാണത്? ലേഡീസ് ബാച്ച് പനമ്പിള്ളി. വാവ്, വെരി ബിഗ് വൺ. ഇത് എത്ര ദിവസം വേണ്ടി? ഇതെപ്പോ തുടങ്ങി? ഓ, പക്ഷെ വലുതായിട്ടുണ്ട്. ലെയർ ചെയ്ത് ഇത്രയും വലുതായിരുന്നു. അടിപൊളി. ആരാണ് ഇതിന്റെ ബ്രെയിൻ? എല്ലാവരും ഫസ്റ്റ് അടിക്കോ? ഫസ്റ്റ് തന്നോട്ടാണ്. നോക്കാം, ഫസ്റ്റ് അടിക്കൊന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഓൾ ദ ബെസ്റ്റ് ഗേൾസ്. അടിപൊളി. അപ്പോ നെക്സ്റ്റ്, ഇനി ഇവിടെ ഇതാരുടെയാണ്? എന്റെ അമ്മയുടെ ആണെന്ന്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഫോർത്ത് പൂക്കളം. ഇത് ആരുടെയാണ്? കലൂർ ലേഡീസ്. ഓക്കെ, എന്താണ്, ആരാണ് ഇതിന്റെ ബ്രെയിൻ? എല്ലാവരുടെയും ടീം വർക്ക് ആണ് ഗൈസ് ഇത്. ഫസ്റ്റ് അടിക്കോ? ഇതൊരു കോൺഫിഡൻസ് ഇല്ലാത്ത. അടിക്കും എന്ന് പറ. നമുക്ക് സ്പിരിറ്റ് വേണം. ആരടിക്കുമെന്ന് പറയില്ല. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, എല്ലാരും നല്ല സുന്ദരികളായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. അപ്പൊ ഗൈസ്, നമ്മുടെ അവസാനത്തെ പൂക്കളം ഇതാണ്. ഇത് ആരുടെയാണ്? ഇതിന്റെ അവകാശിയൊന്നും ഇല്ലേ? അവകാശി ആരാണ് ഇതിന്റെ? ഓക്കെ, പനമ്പിള്ളി ടീമിന്റെ തന്നെയാണ് ഗൈസ് ഈ ഒരു പൂക്കളവും. ഇതാരാണ് ഇതിന്റെ ബ്രെയിൻ? ആരുടെ ബുദ്ധിയിൽ ഉദിച്ചതാണിത്? ഇതാണ് ബ്രെയിൻ.
ഓക്കെ, എന്താണ് നിങ്ങളുടെ കോൺഫിഡൻസ്? ഫസ്റ്റ് കിട്ടോ അടിച്ചിരിക്കും. വൺ കോൺഫിഡൻസ് ആണ് ഗൈസ്, ഫസ്റ്റ് അടിച്ചിരിക്കും എന്നാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്. നോക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കോമ്പറ്റീഷൻ ആയിക്കൊണ്ടുള്ള പൂക്കള മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ വിജയികളും ഇതിന്റെ ജഡ്ജസ് വന്നിട്ടുണ്ട്. ജഡ്ജസ് എൻ്റെ വീട്ടിലുള്ള ആൾ തന്നെയാണ്. അമ്മയാണ് ജഡ്ജ്. അമ്മ മ്യൂറൽ പെയിന്റിങ് ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ സ്റ്റുഡിയോന്റെ തന്നെ, നമുക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അമ്മയും സാറുമാണ് നമ്മുടെ പൂക്കള മത്സരത്തിന്റെ ജഡ്ജ്. അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ്, ആർക്കാണ് പൂക്കള മത്സരത്തിന് ഫസ്റ്റ് കൊടുക്കേണ്ടതെന്നുള്ളത്. ലെറ്റ്സ് സീ. എൻ്റെ ഒരു അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛാ, അതെ, ഹായ് അച്ഛാ, സുന്ദരനായിട്ടുണ്ടല്ലോ. ഹലോ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഓണാശംസകൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓണമാണെന്ന് തോന്നുന്നല്ലേ നിങ്ങൾ ആദ്യം ആഘോഷിക്കുന്നത് അല്ലേ? ഈ ഒരു ഓണം സീസണിലെ ഫസ്റ്റ് ഓണമാണ്. ശരിക്കും എനിക്കും ഫസ്റ്റ് ഓണമാണ്. അപ്പോൾ നമ്മുടെ അർജുന സ്റ്റുഡിയോന്റെ ഈ ഓണത്തിന്റെ പേരെല്ലാവർക്കും അറിയാലോ, പപ്പടം അല്ലെ? അപ്പൊ പപ്പടം പോലെ തന്നെ നമുക്ക് പൊടി പൊടിക്കണം ഇന്നത്തെ ദിവസം. മാത്രമല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ ഞാൻ ഇത്തവണ ഭയങ്കര ഹാപ്പിയും എക്സൈറ്റഡ് ആണ്. കാരണം കഴിഞ്ഞ തവണ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നുള്ളൂ, ഇത്തവണ നമ്മുടെ 2 സ്റ്റുഡിയോ, അതായത് പനമ്പള്ളിയും കലൂരും കൂടെ ഒരുമിച്ചാണ് നമ്മളിത് ആഘോഷിക്കാൻ പോകുന്നത്. ഐ എം സൂപ്പർ ഹാപ്പി. മാത്രമല്ല, നമ്മുടെ കുട്ടികളാണ് ഇന്ന് ഇത് മൊത്തം കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ മാത്രം പോരാ, പരിപാടിയുടെ അവസാനം വരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമുക്ക് ആഘോഷിക്കാം. അപ്പൊ റെഡിയല്ലേ? പരിപാടിയാണ്, എല്ലാരും ആഘോഷിക്കുക, അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ഓണം അഡ്വാൻസ്. അപ്പൊ നമുക്ക് നമ്മുടെ അർജുനാശ്വരുടെ തീപ്പൊരിയായിട്ട് ഗ്രാമത്തിന്റെ സ്റ്റേജിൽ തീപ്പൊരി രാമു വടക്കരാമ. വ്യത്യസ്തൻ. Happy Independence Day as well as happy Onam to everybody. This is the first time I'm celebrating Onam with the Arjuna Studio and അപ്പൊ ഇപ്പോൾ കഴിയുമ്പോൾ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാം. നല്ല ഉഷാറാണ്. We have to be enjoy every moment here. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അങ്ങനെ നമ്മുടെ ഓണപ്പരിപാടി പപ്പടം ഇവിടെ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് പൊടി പൊടിക്കോ എന്നെല്ലാം നമുക്ക് കണ്ടറിയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എല്ലാം ആശംസാ പ്രസംഗത്തിന് ശേഷം നമ്മുടെ ഫസ്റ്റ് കോമ്പറ്റീഷനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ മലയാളി മംഗ ശ്രീമാൻ കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പം നമ്മുടെ കുട്ടികൾക്കും അഡൽസിനും ഡിഫറെൻ്റ് ആയിരുന്നു കോമ്പറ്റീഷൻ. ആൻഡ് ഇന്നത്തെ ഈ കോമ്പറ്റീഷന് നമുക്ക് ജഡ്ജായിട്ട് വന്നിരിക്കുന്നത് ബ്ലഷ് വിത്ത് ആഷ്, യെസ്, നമ്മുടെ ഐശ്വര്യ ചേച്ചിയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷനിൽ എനിക്ക് അറിയുന്നവരിൽ തന്നെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ് ചേച്ചി തന്നെയാണെന്ന് പറയാം. അപ്പോൾ ആദ്യം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ ആയതുകൊണ്ട് സിംപ്ലി അവർക്ക് വാക്ക് ചെയ്യാനുള്ള ഒരു ടാസ്ക് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നല്ല രസമായിരുന്നു കേട്ടോ. ആൻഡ് ചേച്ചി പറയുന്നുണ്ടായിരുന്നു ആർക്ക് കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായി പോയിന്ന്. ആൻഡ് അഡൾട്ടിന്റെ കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞപ്പോൾ ആക്ച്വലി നല്ല ഫണ്ണായിരുന്നു. ബിക്കോസ് അവരൊട്ടും പ്രതീക്ഷിക്കാത്തൊരു ടാസ്ക്കാണ് ഐശ്വര്യ ചേച്ചി കൊടുത്തത്. നിങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മുഴുവനും മലയാളത്തിൽ തന്നെ പരിചയപ്പെടുത്തണം. അതായത് വർക്കിന് ശേഷം സെൽഫ് ഇൻട്രൊഡക്ഷൻ മലയാളത്തിൽ പറയാം. എല്ലാവരും പറഞ്ഞു വന്നപ്പോൾ ഇംഗ്ലീഷെല്ലാം കയറി വന്നിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഞാനിവിടെ എറണാകുളത്ത് വിവര സാങ്കേതിക വിദ്യാ മേഖലയിൽ ജോലി ചെയ്യുന്നു. എനിക്ക് ഡാൻസ്, നൃത്തം പിന്നെ എൻ്റെ ജോലിനെ പറ്റി പറയാനാണെങ്കിൽ അത് മലയാളത്തിൽ എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാം. പുറം രാജ്യങ്ങളിലെ പൈസ വാങ്ങി വിറ്റ് മലയാളം പറയാൻ എനിക്കറിയില്ല. അത് കഴിഞ്ഞ് എനിക്ക് ഡാൻസ് പഠിക്കാൻ വേണ്ടി പറ്റിയില്ല. നൃത്തം. എൻ്റെ പേര് അമൽ. ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നല്ല, വെറുതെ ഇരിക്കുന്നു. അങ്ങനെ മലയാളി മങ്കയ്ക്ക് ശേഷം നമ്മൾ അടുത്തതായി ചെയ്യുന്നത് നമ്മുടെ കുട്ടികളുടെ ബാച്ച് ഷോക്കേസ് ആണ്. ഇത്തവണ നമ്മുടെ കുട്ടികൾ തന്നെയാണ് അവർ പെർഫോം ചെയ്യാൻ പോകുന്ന എല്ലാ ഡാൻസസും കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാനും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. വാരി വരി 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 വരി
ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കേണ്ട. കടിക്കൊന്ന മഞ്ഞടിയുന്നേ മണിക്കം നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല, പക്ഷെ 5 വർഷം മുന്നേ എന്റെ ഫസ്റ്റ് ഡാൻസ് കവർ ആണ് യൂട്യൂബിൽ. അതായത് യൂട്യൂബ് ചാനലിൽ ഞാൻ ആദ്യമായിട്ടിട്ട ഡാൻസ് കവർ ആണ് ഇത്. ആൻഡ് ഇതിന്നാണ് വൃന്ദാർജുൻ ഉണ്ടായത്, അർജുനാർട്സ് ഉണ്ടായത്. ഈ ഒരു ഡാൻസ് കവർ ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ഇപ്പൊ എനിക്ക് തോന്നുന്നു 12 മില്യൺ വ്യൂസ് ആണ് എന്റെ ആദ്യത്തെ വീഡിയോയ്ക്ക് ഉണ്ടായത്. താങ്ക് യു സോ മച്ച് ഗേൾസ്. ഫുഡ് കഴിക്കാം അല്ലേ? ഇത്രയൊക്കെ കണ്ടാൽ മതി അല്ലേ? നമുക്കിനി ഭക്ഷണം കഴിക്കാം. അതിനുശേഷം നമുക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ട്. ആൻഡ് ഒരു കാര്യം, ഞങ്ങൾ പാരന്റ്സ് ആണ്, ഞങ്ങൾ കൂടെ വന്നവരാണ്, ഞങ്ങൾ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. അങ്ങനെയുള്ള ഒരു ഇതിവിടെ വേണ്ട. നമ്മളെല്ലാവരും അർജുന സ്റ്റുഡിയോയിലെ ഫാമിലിയാണ്. സോ ഇന്ന് എല്ലാവരും എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കണം. അതിനായിട്ട് തന്നെ ഞങ്ങൾ ഒരു പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കേ ഗൈസ്, അപ്പോ ലഞ്ച് ബ്രേക്ക്. ഡാൻസ് ക്ലാസിന്റെ ഓണം സെലിബ്രേഷൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഓണ സദ്യ വിത്ത് ലൈവ് ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. അടിപൊളി ഗെയിംസ് ആണ് ഗൈസ് വരുന്നത്. ആ ഗെയിംസിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് കാളഞ്ഞു വേണ്ടി വെയിറ്റ് ചെയ്യാം, ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ പപ്പടം വരട്ടെ ഗൈസ്. അർജുന സ്റ്റുഡിയോ ഓണം പപ്പടം, ഇത് പൊടി പൊടിക്കും. ആൻഡ് ദ വിന്നർ ഈസ് പൂക്കള മത്സരത്തിന്റെ നമ്പർ 4 നമ്മുടെ പനപ്പള്ളിയിലെ കൊച്ചു കുട്ടികളാണ് ഗൈസ്. ഫസ്റ്റ് പ്രൈസ്. ഇനി മലയാളി മംഗ ശ്രീമാൻ മത്സരത്തിന്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പൊ കിഡ്സ് സെഷനിലെ നമ്മുടെ മലയാളി മംഗ ആരാണ്? കെസിയ. കെസിയ മലയാളി മംഗ ആയിരിക്കാണ്. സൂപ്പർ കിഡ്സിലെ മലയാളി മംഗ ധ്വനി. ധ്വനി എവിടെ? ധ്വനി. യെസ്, ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്, പക്ഷേ ധ്വനിയുടെ കോൺഫിഡൻസ് ഇസ് എക്സെപ്ഷണൽ എന്നാണ് പറഞ്ഞത് കമന്റ്. ഓക്കെ, കൺഗ്രാറ്റ്സ് മോളെ. ആൻഡ് ലേഡീസ് സെഷൻ, അതായത് നമ്മുടെ അഡൽട്ട് ലേഡീസ് ആരാണ്? എനി ഗസ്സസ്? നോ ഗസ്സസ്. എല്ലാവരും ഒന്നിനൊന്ന് സുന്ദരികളും സുമുഖികളായതുകൊണ്ട് യെസ്. സോ അവർ മലയാളി മംഗ ഈസ് ജാനകി മാം. ആൻഡ് സ്പെഷ്യൽ മെൻഷൻ പറഞ്ഞിട്ടുണ്ട് മീനു, നമ്മുടെ യെസ്. ഈക്വലി ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ തമ്മിലും. ഓക്കെ, സോ കൺഗ്രാറ്റ്സ് ബോത്ത് ഓഫ് യു. ഓക്കെ, ഇനി മംഗൾ. ശ്രീമാൻ ആരാണ്? ശ്രീമാൻ അമല്. ഓക്കെ ഓക്കെ, അപ്പോ നമ്മുടെ മലയാളി ശ്രീമാൻ അലൻ. വിന്നേഴ്സ് എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. നിങ്ങൾക്കുള്ള സമ്മാനം നമ്മൾ ലാസ്റ്റ് സമ്മാനദാനത്തിന് തരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, കൺഗ്രാറ്റ്സ് വിന്നേഴ്സ്. അപ്പോൾ ഇനി ഒരുപാട് വിന്നേഴ്സ് വരാൻ പോവുകയാണ് നമ്മുടെ വരുന്ന മത്സരങ്ങളിൽ. അപ്പോ ഏത് ടീമാണെന്ന്
ആരാണ് ജയിക്കാൻ പോണെന്ന് നമുക്ക് നോക്കാം. ബ്ലൂ ടീമാണോ, റെഡ് ടീമാണോ, യെല്ലോ ടീമാണോ, പിങ്ക് ആണോ, ഗ്രീൻ ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മുടെ മത്സരങ്ങൾ ഇതിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ഇത്രയും പേരെ നമ്മൾ 5 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോഴാണ് ആക്ച്വലി ടീം സ്പ്ലിറ്റിംഗ് കഴിഞ്ഞത്. അപ്പൊ നമ്മൾ ഇനിയാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഗെയിംസിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. വിചാരിച്ചതിനേക്കാൾ അധികം ഫണ്ണായിട്ടേ ഉള്ളൂ. കാരണം ഇങ്ങനെ നമ്മൾ ടീം സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടീം സ്പിരിറ്റായി പോയി. സത്യം പറഞ്ഞാൽ എൻ്റെ ബ്ലൂ ടീം ജയിക്കേണ്ടതായിരുന്നു. പിന്നെ നമ്മുടെ രാമൂട്ടൻ്റെ ടീം ഭയങ്കര കളി. പിന്നെ സാരമില്ല, പോട്ടെ, നമ്മുടെ തന്നെ പിള്ളേരല്ലേ എന്ന് വിചാരിച്ച് വിട്ടുകൊടുത്തതല്ല, അവർ കളിച്ച് ജയിച്ച് വാങ്ങിയതാണ് ഗൈസ്. ആൻഡ് ഇത്തവണ നമ്മൾ വടംവലിക്ക് വെറുതെ ഒരു നിയമം വെച്ചു. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം അത് പണിയായിട്ട് എനിക്ക് തന്നെയാണ് വന്നത്. 5 ടീമുണ്ടല്ലോ, പക്ഷെ അതിൽ ടോപ്പ് 4 മാത്രമാണ് വടം വലിക്കാൻ പറ്റുക. അങ്ങനെ എല്ലാ ഗെയിംസും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ, അതായത് ബ്ലൂ ടീം സക്സസ്ഫുള്ളി തോറ്റ് പുറത്തായിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ബാക്കിയുള്ള 4 ടീമുകളാണ് പരസ്പരം കളിച്ച് ജയിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നതാണ്. നമ്മുടെ വടം വലി ഫൈനൽ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. അത് ആരൊക്കെ തമ്മിലാണ്? ടീം യെല്ലോ ആൻഡ് ടീം റെഡ്. ടീം യെല്ലോ ടീം റെഡും തമ്മിൽ നല്ല പൊരിഞ്ഞ പോരാട്ടമാണ്. ബിക്കോസ് 1-1 എന്നുള്ള രീതിയിൽ അവർ നിൽക്കുകയാണ്. ആര് ജയിക്കും? അതെ, 2 ടീമും ഈക്വലി സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. അപ്പൊ നമുക്ക് നോക്കാം ആരാണ് ജയിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് ഹൂ ഈസ് ദി ചാമ്പ്യൻ ഓഫ് ടഗ് ഓഫ് വാർ. അങ്ങനെ ഒടുവിൽ എല്ലാ ഗെയിംസുകൾക്കപ്പുറം രാമൂട്ടൻ്റെ ടീം, യെസ്, റെഡ് ടീം ഫൈനലി ജയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഇത് തന്നെയാണ്. എന്താണെന്നറിയാൻ പാടില്ല, ഞാൻ നൈസായിട്ട് നമ്മുടെ കുറച്ച് ബോയ്സൊക്കെ ഉള്ള ടീമിലേക്ക് കയറി പറ്റി. എങ്ങനെയെങ്കിലും ജയിക്കട്ടെ, വടംവലിക്കൊക്കെ ജയിക്കട്ടെ, ഉറിയടിക്കൊക്കെ ജയിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ആ പ്ലാനും നല്ല രീതിയിൽ മുടങ്ങിപ്പോയി. തോറ്റുപോയല്ലോ, എന്ത് ചെയ്യാനാണ്. അങ്ങനെ രാമൂട്ടൻ്റെ ടീമാണ് ഫൈനലി എവർ റോളിംഗ് ട്രോഫി അടിച്ചത് ഗൈസ്. അങ്ങനെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് സെലിബ്രേഷൻ, അതെ, നമ്മുടെ DJ നൈറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ടാഗ് ലൈൻ പോലെ തന്നെ പപ്പടം ഇത് പൊടി പൊടിക്കും
ശരിക്കും പറഞ്ഞാൽ പൊടിച്ചു. അത്രയും അടിപൊളിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. ആൻഡ് അത് കാണുമ്പോഴും എനിക്ക് രാമുണ്ടും ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. എന്തായാലും ഇത്തവണത്തെ ഓണം കളറായി. നമ്മുടെ 2 സ്റ്റുഡിയോയിലെ കുട്ടികളെ കൊണ്ടിട്ട് നമ്മൾ സക്സസ്ഫുള്ളി ഓണം സെലിബ്രേഷൻ കണ്ടക്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ആൻഡ് പറയാതിരിക്കാൻ പറ്റില്ല, ഈ ഒരു പരിപാടിയുടെ കൂടുതൽ കോർഡിനേഷനും ചെയ്തത് നമ്മുടെ കുട്ടികൾ തന്നെയാണ്. ആൻഡ് അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അവരെ അപ്രിഷ്യേറ്റ് തന്നെ ചെയ്യണം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഓണം വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എ വെരി ഹാപ്പി ഓണം. അപ്പോൾ നിങ്ങളും പൊടിക്കുക, ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കുക.